ഇന്നത്തെ ദിവസം ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ വന്ന് ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കടല ഒന്ന് കഴുകി വെച്ചിട്ടുമുണ്ട്. കടലക്കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇപ്പുറത്ത് അടുക്കളയിൽ ഇക്ക തേങ്ങ ചിരവി തരും കേട്ടോ. ഇന്ന് ഇക്കാനെയും കൂടി പണിക്ക് കൂട്ടി. ഈ തേങ്ങ ചിരവി തരുന്നത് ഭയങ്കര സ്നേഹം വന്നതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഇക്കാക്ക് ഇന്ന് പീച്ചിങ്ങ കറി കിട്ടണം. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവി തരുവാണ് കേട്ടോ. രാവിലെ വന്ന് ഷോപ്പിങ്ങിലുള്ള പരിപാടിയാണ്. മോള് രാവിലെ തന്നെ ഊഞ്ഞാലിടാനും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് നമ്മൾ ആര് തേങ്ങ ചിരവുന്ന കണ്ടാലും അവൾക്കൊരു പങ്ക് വേണം കേട്ടോ അതിനകത്തുനിന്ന്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. എടുത്തേച്ച് അവൾ വീണ്ടും പോയി. ഇന്ന് രാവിലെ നമ്മൾ പുട്ടും കടലയും ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ പുട്ടിലോട്ടും വേണം തേങ്ങ, കടല പിന്നെ തേങ്ങ ഇല്ലാതെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇക്കാക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പീച്ചിങ്ങ വള്ളിയിൽ പീച്ചിങ്ങ പറിക്കാറായിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചേച്ച് നമ്മുടെ തീയൽ പോലെ ഒരു കറി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തേങ്ങ ചിരവി തന്ന് സോപ്പിടില്ലേ. അപ്പോൾ കടലക്കറി വേവിക്കാനായിട്ട് ഞാൻ കഴുകിയെടുത്ത കടലയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കറിൽ വെക്കുക കേട്ടോ. കുക്കറിലാണ് ഞാൻ എന്ത് വേവിക്കുകയാണെങ്കിലും വേവിക്കുന്നത്. തോരനൊക്കെ മാത്രമേ ചട്ടിയിൽ വയ്ക്കത്തുള്ളൂ. ബാക്കി ഇങ്ങനെ കറി വയ്ക്കാനുള്ളതൊക്കെ വേവിക്കുന്നത് കുക്കറിൽ തന്നെ. വേറെ ഒന്നുമല്ല, ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 3 മാസം 3.5 മാസത്തോളമൊക്കെ എനിക്ക് ഗ്യാസ് നിൽക്കാറുണ്ട്. പിശുക്കത്തി എന്നൊക്കെ ചിലർക്ക് തോന്നാം. ഇച്ചിരിയൊക്കെ പിശുക്ക് കാണിച്ചാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഉള്ളത് കൊണ്ട് ജീവിച്ച് പോകണമല്ലോ. പിന്നെ ഞാനിവിടെ എന്നും രാവിലെ തന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങാറുണ്ട് കേട്ടോ. അത് അതിൽ അവൾക്ക് കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. കറിയും മുട്ടയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി ഞാൻ ഫ്രിഡ്ജിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നനച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കുറ്റി പുട്ട് റെഡിയായി കേട്ടോ. അപ്പോൾ അതൊന്ന് കുത്തി എടുത്തിട്ട് രണ്ടാമത്തതും കൂടി വയ്ക്കാനുള്ള പരിപാടിയാണ്. 2 കുറ്റി പുട്ട് തന്നെ ഏറെ ആട്ടോ ഉണ്ടാവുക. ചിലപ്പോൾ ഉണ്ട് ഇക്കാക്കൊക്കെ വൈകിട്ടോ രാത്രിയിലൊക്കെ ഒരു കഴിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നത്. ഒരു കുറ്റി തന്നെ ഞാനും ഇക്കയും കൂടി കഴിക്കുകയുള്ളൂ. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം മോളും കഴിക്കും. ഒരു 1.5 കുറ്റിയൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ ധാരാളമാണ്. അങ്ങനെ രണ്ടാമത്തെ കുറ്റിയും കൂടി അടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയുണ്ടല്ലോ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിടാൻ പോവാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കറി ഒന്ന് റെഡിയാക്കണം. കറിയിൽ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട സമയത്ത് വെളുത്തുള്ളി ഇടാനൊന്ന് മറന്നുപോയി കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളി ഞാനൊന്ന് കുത്തിയിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ആ വെളുത്തുള്ളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ അതിനകത്തുനിന്ന് തന്നെ കുറച്ച് കടല ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ. അത് തന്നെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കും. അപ്പം പിന്നെ തേങ്ങ അരച്ചില്ലെങ്കിലും നമ്മുടെ കറി കുറുകിയിരിക്കും. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കള്ളാവത്തില്ലേ ഇത്? ആവും, കുറച്ചുകൂടിയൊക്കെ ആവും. അങ്ങനെ നമ്മുടെ പുട്ടും കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയിരിക്കുന്ന തേങ്ങ നമുക്ക് പീച്ചിങ്ങയിലോട്ട് വറുത്തെടുക്കാനുള്ളതാണ്. ഇക്കാക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കിച്ചണിൽ വന്നിട്ട് നമ്മുടെ പീച്ചിങ്ങ കറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതും കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പീച്ചിങ്ങ കട്ട് ചെയ്തതും പിന്നെ ഒരു സവോള അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് പിന്നെ വേറൊരു പാനിൽ അതേസമയം തന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമ്മുടെ പീച്ചിങ്ങ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതേസമയം തന്നെ നമ്മൾ നേരത്തെ മല്ലിയും മുളകും വറുത്ത ചട്ടി ഉണ്ടല്ലോ അതിനകത്ത് തേങ്ങ ഒന്ന് വറുക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കി തേങ്ങ ഞാൻ അവിടെ മാറ്റി വെച്ചത് നമുക്ക് തോരനിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാബേജ് തോരൻ വെക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലോട്ടും കൂടിയുള്ള തേങ്ങ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയിലോട്ട് 2-3 കൊച്ചുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഇടുന്നത് നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ, പൊടിക്കാത്ത പെരുംജീരകം, അതും കൂടി ഒന്ന് ഇട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക.
തേങ്ങ വറുക്കുന്നതിനിടയ്ക്ക് ഞാൻ ചുമ്മാ ഒന്ന് പോയി നോക്കിയത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചത് നേരത്തെ തന്നെ കഴിച്ചതെന്തിനാ വെച്ചാൽ ഞാൻ പോയി ഉറങ്ങട്ടെ എന്നും പറഞ്ഞാൽ കഴിച്ചത്. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ആളിതേ വീണ്ടും കയറിയിരുന്ന് വർക്ക് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇക്ക റീസെൻ്റ്ലി ഒരു ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ്. നമ്മൾ ഈ IMO വാട്സാപ്പ് പോലെയൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതുപോലെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ കുത്തിയിരുന്ന് വർക്ക് ചെയ്യും കേട്ടോ. രാത്രിയോ പകലോ ഒന്നും ഇല്ലാതെ അങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ശുഷ്കാന്തിയാണ് ഈ കാണുന്നത്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, കാഴ്ചയുള്ളവരെക്കാളും ഈസി ആയിട്ട് ഭയങ്കര സ്പീഡിൽ ഇക്ക ടൈപ്പ് ചെയ്യാറുണ്ട്. അത് പഠിക്കുന്ന കാലം തൊട്ടേ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് വന്നതുകൊണ്ടായിരിക്കാം. അതിനിടയിൽ എനിക്ക് കഴിക്കാനുള്ള പുട്ടും കറിയും കൂടി ഒന്ന് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കുന്നതിനിടയ്ക്ക് തന്നെ ഇരുന്ന് കഴിക്കാമല്ലോ. കാരണം തേങ്ങ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം സാവധാനം ചെറിയ ചൂടിൽ വെച്ചിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ കഴിക്കലും അങ്ങ് തീർന്നോളൂ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പുട്ടും കറിയും കൂടി എടുത്തുകൊണ്ട് പോകും കേട്ടോ. അങ്ങനെ തേങ്ങയും ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഓഫ് ചെയ്തു കേട്ടോ. ഇത് ഭയങ്കര ഗോൾഡൻ കളറാക്കി വറുത്തെടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വേവിച്ച് വെച്ച നമ്മുടെ പീച്ചിക്ക ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തുറന്നെടുത്തിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത തേങ്ങ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് തേങ്ങ ഇട്ടിട്ട് ഒന്ന് തീ കത്തിച്ചതേ ഓർമ്മയുള്ളൂ. ആരോ ഒന്ന് ബെല്ലടിച്ചു കേട്ടോ. അപ്പോൾ നോക്കാൻ പോയപ്പോൾ നമ്മുടെ മീൻകാരനാണേ. അങ്ങനെ ഓണാക്കിയ തീ അതുപോലെ തന്നെ ഓഫ് ചെയ്തിട്ട് ഒന്ന് പോയി നോക്കിയേ. ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയത് നല്ല പേതറ മീനാട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചത് തന്നെ കാരണം നമുക്ക് അച്ചാറിട്ട് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഒരു 1.5 കിലോയുടെ അടുത്ത് മേടിച്ചു. അപ്പോൾ അന്നത്തെ അച്ചാർ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇക്കാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഇക്കാക്കും മോക്കാന്നതിലും ഒക്കെ. അത് പെട്ടെന്ന് തീരുകയും ചെയ്തു കേട്ടോ നമ്മുടേത്. അപ്പോൾ ഇതും അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇന്നത്തേക്ക് ഞാനാണെങ്കിൽ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിന്ന് മീനിൻ്റെ ആവശ്യവും ഇല്ല. അങ്ങനെ നേരെ കൊണ്ടുപോയിട്ട് മീൻ ഫ്രിഡ്ജിൽ കയറ്റിയേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ മിക്കവാറും എല്ലാം കുക്കറിൽ തന്നെയാണ് വെക്കലെന്ന്. രാവിലെ കടലക്കറി ഉണ്ടാക്കി, അത് കഴുകിയിട്ടാട്ടോ പിന്നെ നമ്മൾ പീച്ചിങ്ങ ഉണ്ടാക്കിയത്. പീച്ചിങ്ങ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇതേ സെയിം കുക്കറിൽ തന്നെ ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഇപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് ഇട്ടിട്ട് ഒന്ന് വിസിലടുപ്പിക്കാൻ പോവാണ്. മസാല പോലെ വെക്കാനാട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, തീരെ വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കുന്ന പോലെ. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. ഇത് വേവിക്കാൻ വെച്ചിട്ട് ഒരു ക്യാബേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് കഴുകിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടാണ് ഞാനിന്ന് കഷ്ണം വെട്ടിയിട്ട് നമ്മുടെ ഇലക്ട്രിക് ചോപ്പറുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിനകത്തൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ സാധാരണ തോരൻ വെക്കാറുള്ളത്. എനിക്ക് അടുക്കളയിലോട്ട് ഇതുപോലുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് തരുന്നത് ഇക്കന്നെ കേട്ടോ. ഇക്ക ഇങ്ങനെ ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് എല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ച് ആൾ തന്നെ ഓർഡർ ചെയ്ത് വിടും. മിക്കവാറും ഞങ്ങൾ മേടിക്കലും ആമസോൺ വഴിയാണ്. ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ കേട്ടോ ഇന്ന് ഒഴിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കൽ, പക്ഷേ ഇന്ന് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച ക്യാബേജും ഇട്ടിട്ട് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിങ്ങ് വേവിച്ചെടുക്കും. ക്യാബേജിനൊക്കെ ചെറിയ വേവല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമ്മുടെ തോരനും റെഡിയാവും കേട്ടോ. തോരൻ അടുപ്പ് വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ റൂമുകളും ഹാളും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഇവിടെ തുടക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമുണ്ട്. കാരണം നമുക്ക് നീളത്തിലൊരു ഹാളും ഒരു സിറ്റ് ഔട്ടും 3 ബെഡ്റൂമും പിന്നെ 2 അടുക്കളയുണ്ട്. അപ്പോൾ അതെല്ലാം തുടച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു വിധം ആവുമേ. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 ദിവസം കൂടിയിരിക്കുമ്പോഴേ തുടക്കാറുള്ളൂ. കാരണം ഞങ്ങളാരും അങ്ങനെ പുറത്തിറങ്ങി പോകുന്ന ആൾക്കാരല്ലല്ലോ, അങ്ങനെ അഴുക്കും ചെളിയൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ 2-3 ദിവസം കൂടിയിരിക്കുമ്പോൾ മാത്രമേ തുടക്കാറുള്ളൂ കേട്ടോ. ഈ ഹാർട്ടിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനെ. അതിന് മുമ്പൊക്കെ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും തുടക്കുമായിരുന്നു. അന്നൊക്കെ എന്നെ ഇങ്ങനെ ഇക്ക വഴക്ക് പറയും, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡെയിലി തുടച്ചിടുന്നത്, അത്രയും അഴുക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ശരീരം കൊണ്ട് വയ്യാതായപ്പോഴത്തേക്ക് ഞാൻ തന്നെ പഠിച്ചേ. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ തുടച്ചിടാറുള്ളൂ. പിന്നെ ക്ലീൻ ആക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഫാനും ഇതൊക്കെ ക്ലീൻ ചെയ്തിടാനായിട്ട് ഇക്ക സഹായിക്കുകയും ചെയ്യും. പിന്നെ അലർജി പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഒരു വാക്വം ക്ലീനറും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. തറ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇക്ക വീണ്ടും എഴുന്നേറ്റ് വന്നു കേട്ടോ. ഇക്കാക്ക് ബ്രെഡും പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ജാം ഉണ്ടല്ലോ, പൈനാപ്പിൾ ജാം, അതും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെടുത്തു കൊടുത്തു. മോൾക്ക് മുട്ട പുഴുങ്ങിയത് കൊടുത്തതിൻ്റെ
ബാക്കിയിരിക്കുന്ന മഞ്ഞക്കരു ഉണ്ടല്ലോ അതാട്ടോ ഞാൻ ഈ എടുത്ത് കഴിക്കുന്നത്. അവൾ മഞ്ഞക്കരു കഴിക്കത്തില്ല, വെള്ളം മാത്രമേ കഴിക്കുള്ളൂ. ചിക്കനും വേവിച്ച് തോരനും ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്നറിയാവോ, പിശുക്കി പിശുക്കി കാത്തി സൂക്ഷിച്ച് നമ്മുടെ ഗ്യാസ് അങ്ങ് തീർന്നു പോയി കേട്ടോ. ഗ്യാസ് തീർന്നപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ചെയ്യാനായിട്ട് ഈ ഒരു ബ്യൂട്ടൈൻ ഗ്യാസിൻ്റെ കുഞ്ഞു സ്റ്റൗ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് അതുമേലാണ് ഇനി കുക്കിങ്. ഈ കുഞ്ഞു സ്റ്റൗവൊക്കെ നമ്മൾ നേരത്തെ പൊന്മുടിയിലൊക്കെ യാത്ര പോയ സമയത്തൊക്കെ ഇങ്ങനെ വഴിയിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇക്ക എപ്പോഴും വണ്ടിയിൽ എടുത്തു വെക്കുന്ന ഒരു സാധനം കേട്ടോ. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ഉപകാരം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിന് 4 കുറ്റി ഉണ്ടായിരുന്നു. ഇതുപോലെ ഗ്യാസ് തീരുമ്പോൾ തന്നെ ഞാൻ അതെല്ലാം ഉപയോഗിച്ച് തീർത്തത്. ഇനി ബാക്കിയിരിക്കുന്നത് ഈ ഒരൊറ്റ കുറ്റിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് തീർക്കണം. കാരണം മേടിച്ച് വെച്ചിട്ട് കുറേ ആയി. ഇപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ തുരുമ്പിക്കുന്ന പോലെയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുന്നതായിരിക്കും നല്ലതെന്നും തോന്നി. അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് നമ്മുടെ സവോളയൊക്കെ ഒന്നിട്ട് വഴറ്റിയെടുത്ത് തക്കാളി ഇട്ട് വഴറ്റി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇപ്പം ഇതിനകത്തോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടാട്ടോ ഇടുന്നത്. അല്ലാതെ ചതയ്ക്കോ പേസ്റ്റ് ആക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം വഴണ്ട് വന്നതിന് ശേഷം മസാലപ്പൊടികളും എല്ലാം ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും ഒക്കെ ഒന്ന് ചേർത്ത് ഇളക്കി നന്നായിട്ട് അടച്ചു വെച്ച് നല്ലോണം വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കണം. അങ്ങനെയാണ് ഇന്ന് ഞാൻ ചിക്കൻ ഉണ്ടാക്കി എടുത്തിരുന്നത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സമയം ഏകദേശം 3:45 വൈകിട്ട് എല്ലാം കഴിഞ്ഞ് അക്ഷയയിൽ പോകാൻ ഇറങ്ങിയതാണ്. ഇന്നെങ്കിലും ഒന്ന് പോയാൽ നടന്നാൽ മതിയായിരുന്നു. ഇവിടെ എന്നോടൊപ്പം ഒരു കുറുമ്പിയുണ്ട് കേട്ടോ. അവൾ ആ കരടിയേയും കൊണ്ട് എൻ്റെ കൂടെ അക്ഷയയിലോട്ട് വരുമെന്നും പറഞ്ഞ് നടക്കും. എല്ലാവരും കളിയാക്കണം കേട്ടോ ഗൈസ്. അക്ഷയയിൽ ഇന്ന് പോയതും ശരിയായില്ല കേട്ടോ. ഈ ഗസറ്റ് വിജ്ഞാപനം അങ്ങനെ എന്തൊക്കെയോ ഒരു നൂലാമാലയിൽ കുടുങ്ങി കിടക്കുകയാണെന്നാണ് പറഞ്ഞാൽ ഇപ്പോൾ ഈ പേര് തിരുത്തലുകളൊക്കെ. അപ്പോൾ ആദ്യം ഞാൻ കൊടുത്തതും എൻ്റെത് റിജക്റ്റ് ചെയ്ത് വന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കരുളായി പോവുകയാണേ. കരുളായിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് സ്ഥലത്ത് നെൽപ്പാടം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആ റൈറ്റ് സൈഡിലൊന്ന് വ്യൂ എടുത്തത്. അവിടെ പോയിട്ട് എനിക്ക് ATM നിന്ന് കാശ് എടുക്കണം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് വീട്ടിലെത്തിയിട്ടോ. കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും പിന്നെ തേങ്ങയും പാലും തൈരും അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വന്നു. കരുളായിൽ നിന്ന് മോൾക്ക് ഒരു മാസ്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സാന്റയുടെ. അപ്പോൾ അത് വെച്ച് തൊപ്പി അവളുടെ കയ്യിൽ നേരത്തെ ഉണ്ട്. അപ്പോൾ അതും വെച്ചുകൊണ്ട് വൈകിട്ട് മൊത്തം ഇതിൽ കോപ്രായത്തരം കാട്ടി നടക്കില്ലായിരുന്നു കേട്ടോ പണി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.